നമസ്കാരം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷം പുതിയൊരു വഴിത്തിരിവിലേക്ക്. യുദ്ധഭീതിയെ തുടർന്ന് വിദേശ വിമാന കമ്പനികളെല്ലാം ഇറാന്റെ വ്യോമപാത ഒഴിവാക്കി മാറിയപ്പോൾ ശൂന്യമായ ആ ആകാശത്തിലൂടെ ചൈനയിൽ നിന്നും പറന്നിറങ്ങിയ വിമാനങ്ങൾ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കൻ കണ്ണുവെട്ടിച്ച് ചൈന ഇറാനെ സഹായിക്കുകയാണോ? പുറത്തുവരുന്ന വിവരങ്ങൾ അത്യന്തം ഗൗരവകരമാണ്. അമേരിക്കൻ ഉപരോധം നിലനിൽക്കുന്ന ഇറാന്റെ മഹാൻ എയർ വിമാനങ്ങളാണ് ചൈനയിലെ ഗുവാങ്ഷുവിൽ നിന്നും ഷെൻസെനിൽ നിന്നും രഹസ്യമായി തെഹ്റാനിലെത്തിയത്. ആയുധങ്ങൾ കടത്താൻ ഇറാൻ ഉപയോഗിക്കുന്ന ഇതേ വിമാനങ്ങൾ എന്തിനാണ് ഈ നിർണായക സമയത്ത് ചൈനയിൽ നിന്നും എത്തിയത് എന്ന ചോദ്യം അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്ക് ആവശ്യമായ വൻതോതിലുള്ള രാസവസ്തുക്കൾ ചൈന രഹസ്യമായി എത്തിച്ചു നൽകുന്നതായിട്ടാണ് അന്താരാഷ്ട്ര ഇൻ്റലിജൻസ് ഏജൻസികൾ വെളിപ്പെടുത്തിയത്. അതേസമയം ഇറാന്റെ തെരുവുകളിൽ പ്രതിഷേധക്കാർക്ക് നേരെ ഭരണകൂടം കടുത്ത നടപടികളാണ് സ്വീകരിക്കുന്നത്. 3000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. പ്രതിഷേധക്കാരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിനെതിരെ ഡൊണാൾഡ് ട്രംപ് ശക്തമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇറാനിലെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഇടപെടലുകളെ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് ചൈന സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബാഹ്യശക്തികൾ ഇടപെടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൈന കുറ്റപ്പെടുത്തുന്നു. UN ചാർട്ടർ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ചൈന വാദിക്കുന്നു. വൻ ശക്തികൾ അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കണമെന്നും ലോകം കാട്ടുനീതിയിലേക്ക് മടങ്ങുന്നത് തടയണമെന്നും ചൈന ആവശ്യപ്പെട്ടു. ഇറാനിലേക്ക് മിസൈൽ നിർമ്മാണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ചൈനീസ് കമ്പനികൾ അയച്ചതായി റിപ്പോർട്ടുകളുണ്ടെങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായ കയറ്റുമതി നിയന്ത്രണങ്ങൾ തങ്ങൾ പാലിക്കുന്നുണ്ടെന്നാണ് ചൈനയുടെ ഔദ്യോഗിക വിശദീകരണം. സമാധാനപരമായ ചർച്ചകൾക്ക് പകരം ഭീഷണിയും സൈനിക ബലപ്രയോഗവും നടത്തുന്നത് പശ്ചിമേഷ്യയുടെ സ്ഥിരതയ്ക്ക് ഗുണകരമല്ലെന്ന് ചൈന വിശ്വസിക്കുന്നു. അമേരിക്കയുടെ ഏകപക്ഷീയമായ ഉപരോധങ്ങളെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാന്റെ പരമാധികാരത്തെ പിന്തുണയ്ക്കുകയും അമേരിക്കയുടെ മേധാവിത്വ സ്വഭാവമുള്ള ഇടപെടലുകളെ എതിർക്കുകയും ചെയ്യുന്നതിലൂടെ തങ്ങളുടെ തന്ത്രപ്രധാന പങ്കാളിയായ ഇറാനെ സംരക്ഷിക്കുക എന്ന നയമാണ് ചൈന പിന്തുടരുന്നത്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഭീഷണിയല്ല, മറിച്ച് നിയമപരമായ ചർച്ചകളാണ് വേണ്ടതെന്നാണ് ചൈനീസ് പക്ഷം. ആയുധ നിർമ്മാണത്തിന് സഹായിക്കുന്ന തന്ത്രപ്രധാന വസ്തുക്കൾ കൈമാറിക്കൊണ്ട് അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാന്റെ കരുത്ത് ചോരാതെ കാക്കുന്ന ഒരു നിശബ്ദ പങ്കാളിയായിട്ടാണ് ചൈന ഇവിടെ നിലകൊള്ളുന്നത്.